ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ അതേ നടക്കുള്ളൂ. കാരണം കർണാടക സർക്കാരിൻ്റെ കുഴപ്പമല്ല, കാരണം വലിയ മഴയും കാലാവസ്ഥ അനുകൂലമല്ല. ഈ മണ്ണിടിച്ചിലുണ്ടായത് ഒരു ചെറിയ ദൂരത്തിലല്ല. ഞാൻ അതിൻ്റെ ഒരു ചിത്രം അയച്ചു തരാം, അതിനകത്ത് കാണാൻ നോക്കുക. 2 റോഡുകളാണ്, 2 റോഡുകൾ പാരലായിട്ട് പോകുന്ന 2 റോഡുകളും മണ്ണിനടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു റോഡ് 2 സ്ഥലത്താണ് മലയിടിഞ്ഞത്. അപ്പോൾ ഒരെണ്ണം മാറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത 2ാമത്തെ സ്ഥലത്തേക്ക് വണ്ടികൾക്ക് എത്താൻ പറ്റൂ. അപ്പോൾ അവിടെ എത്തി ഇപ്പോൾ നമ്മൾ നിർദ്ദേശപ്രകാരം തന്നെ അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. വളരെ നല്ല നിലയിലാണ് നടത്തുന്നത്. ഇതുവരെ നടക്കുന്നതാണ്. നമ്മൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെയാണ് കേരളത്തിലെ ജനങ്ങളും കേരളത്തിൻ്റെ ഭരണകൂടവും അറിയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളാരും അങ്ങനെ വാർത്ത കണ്ടില്ല. ഇങ്ങനൊരു മലയിടിഞ്ഞതായിട്ടോ അതിൽ ഒരു മലയാളി പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ വാർത്ത നമ്മൾ അറിഞ്ഞത്. അല്ലാതെ നമുക്ക് അറിയാനൊരു മാർഗ്ഗമില്ല. ഞാൻ ഇത് ചാനലുകളിൽ വന്നപ്പോഴാണ് ഞാനും ഇത് മനസ്സിലാക്കി. അപ്പോൾ തന്നെ രംഗത്ത് വരികയും ബന്ധപ്പെട്ട് അവിടുത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയെ വിളിച്ചു. അതുകൂടാതെ അദ്ദേഹത്തെ അവിടുത്തെ ഞങ്ങൾ KSRTCയുടെ CMD അവിടെ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ റവന്യൂ സെക്രട്ടറിയെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു, പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുകൂടാതെ പിന്നെ ജില്ലാ കളക്ടറെ വിളിച്ചു. അപ്പോൾ അവരെല്ലാം വളരെ നല്ലൊരു സഹകരണമാണ് നമുക്ക് തന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയമായ ഇടപെടലും മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതിനുശേഷം അവിടുത്തെ മുഖ്യമന്ത്രിയോടും ഒക്കെ സംസാരിച്ചു. അപ്പോൾ വളരെ ഊർജിതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ അത് നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു രക്ഷാപ്രവർത്തനമല്ല. ആ ഫോട്ടോ, ഞാനൊരു ഫോട്ടോ ഇട്ട് തരാം. ഈ ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ എളുപ്പമല്ല. കാരണം ഒരു പ്രദേശം മുഴുവൻ ഇടിഞ്ഞിറങ്ങിയിട്ട് 2 റോഡുകൾ പരിപൂർണമായി മൂടുക മാത്രമല്ല, അത് ഏതാണ്ട് ഒരു 10, 20, 30 അടി പൊക്കത്തിൽ മണ്ണ് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിർദ്ദേശപ്രകാരം GPS-ൻ്റെ പൊസിഷൻ കണ്ടെത്തി. അപ്പോൾ GPS-ലൂടെ ഞാനിവിടുന്ന് അയച്ചു കൊടുത്തതാണ്. ഇതിൻ്റെ ഓണർ ഒരു GPS ഇങ്ങനെ ലൊക്കേഷൻ ഉണ്ടോ, ആ ലൊക്കേഷൻ തരാൻ പറഞ്ഞാൽ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ കളക്ടർക്ക് എത്തിച്ചു. അപ്പോൾ കളക്ടർ ഇപ്പോൾ ചെയ്യുന്നത് ആ മേഖല നോക്കി ഇതിൻ്റെ മണ്ണ് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് മഡാണ്, ഭയങ്കര ചെളിയാണ് കിടക്കുന്നത്. അപ്പോൾ മണ്ണ് മാറ്റും തോറും മുകളിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ തന്നെ GPS-ൽ ലൊക്കേഷൻ കണ്ട സ്ഥലത്ത് തന്നെയാണ് ഇതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത്. വെള്ളത്തിൽ പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് നേവി പരിശോധിച്ചപ്പോഴും അവരും വെള്ളത്തിൽ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വെള്ളത്തിനുള്ളിലേക്ക് നദിയിലേക്ക്, നദി തൊട്ടടുത്താണ് ഒഴുകുന്നത്, നദിയിലേക്ക് വീണിട്ടില്ല എന്നുള്ളതാണ് നിഗമനം. കാരണം ഈ സിഗ്നൽ കാണിക്കുന്നത് റോഡിൻ്റെ മറ്റൊരു സൈഡിലാണ്. അപ്പോൾ നദിയുടെ സൈഡിലല്ല, നദിയിൽ വീണിട്ടില്ല എന്ന് മനസ്സിലാവാൻ കാര്യം ഇതിന് ഫോൺ റിങ് ചെയ്തിരുന്നതുകൊണ്ടും GPS ഇന്നലെ വരെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ബെൻസ് കമ്പനിക്കാരാണ് അവർ ഇതിൻ്റെ GPS-ൻ്റെ പൊസിഷൻ ഞങ്ങൾക്ക് തന്നത്. ആ പൊസിഷൻ ഞങ്ങൾ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കളക്ടർക്ക് കൈമാറി. മാഡം പിന്നെ അതെല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോഴപ്പോൾ ഒരു 2 മണിക്കൂറിലൊരിക്കൽ എല്ലാ അപ്ഡേറ്റും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ശ്രീ, ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഒരു ദുരന്തമുണ്ടായാൽ അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഏറ്റവും കാര്യക്ഷമമായി നൽകുക, അല്ലെങ്കിൽ ഒരു കാര്യക്ഷമമായി നമുക്കൊരു ഗുണഫലം നൽകുക എന്നുള്ളത് നമ്മളൊക്കെ വിലയിരുത്തുന്നതാണ്. ബന്ധുക്കൾക്ക് പരാതി ഉണ്ടായിരുന്നു, അവർക്ക് ഈ മാധ്യമ ശ്രദ്ധ വേണം, ജീവൻ രക്ഷിച്ചെടുക്കാനുള്ള ഇടപെടൽ വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഇടപെടണം, ഏറ്റവും അടിയന്തരമായി വേണം എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. രാവിലെ തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടു, മന്ത്രി എന്ന നിലയിൽ ഞാൻ ഇടപെട്ടു, അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. ഞാൻ തന്നെ കോൺഗ്രസിൻ്റെ അവിടുത്തെ ചുമതലയുള്ള വിഷ്ണുനാഥ് MLA ഞാൻ തന്നെ വിളിച്ചു, അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 3 RTO ഡിപ്പാർട്ട്മെൻറ്റിലെ 3 പേരെ ഞങ്ങളൊരു ടീമിനെ, 3 പേരടങ്ങുന്ന ഒരു ടീമിനെ അവിടെ അയച്ചിട്ടുണ്ട്. അവരവിടെ ഉണ്ട്. അവരിതിൻ്റെ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ട് നമ്മളെ അറിയിക്കും. രാവിലെ 10 മണിക്കുമ്പോൾ തന്നെ ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കാസർഗോഡ് നിന്നൊരു MPയെയും 2 AMPമാരെയും അവിടേക്ക് അയച്ചു. പിന്നീട് നമുക്ക് ഈ വണ്ടി കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടാൻ പ്രയാസമായത്. അതും നമ്മൾ കർണാടക സർക്കാരിനോട്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഒരു ട്രേസ് ചെയ്തതിൻ്റെ ഈ GPS-ൻ്റെ ഒരു ഹിസ്റ്ററി, GPS എങ്ങനെയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള ഹിസ്റ്ററി നോക്കാൻ വേണ്ടി. പക്ഷേ കർണാടക രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് നമുക്ക് കഴിയില്ല, അവർക്കേ കഴിയുള്ളൂ. അതിനുവേണ്ടി അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മിസ്റ്റർ പ്രമോദ് ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടും. പക്ഷേ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കമ്പനി തന്ന ഒരു ലൊക്കേഷൻ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. അവിടെ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. പക്ഷേ എടുക്കും തോറും വളരെ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയ ഒരു മണ്ണിടിച്ചിലാണ്. ഇതിപ്പോൾ ഇത്രയും ദുർഘടമായൊരു സാഹചര്യമാണ് മിനിസ്റ്റർ. കർണാടകയിൽ നിരന്തരം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയാണ്. പലപ്പോഴും ഈ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരു അപകടം ഉണ്ടായാൽ അത് നമ്മൾ അറിയണമല്ലോ, ഇത്രയും ദിവസങ്ങൾ എടുക്കാൻ പാടില്ലല്ലോ. ഒരു അപകടം ഉണ്ടായാൽ അതിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ മറ്റൊരു അപകടം ഉണ്ടായാൽ ഒരു രീതി ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ആവശ്യം. അതിനുള്ള സംവിധാനങ്ങൾ വേണ്ടേ? അല്ല, നമ്മൾ ഈ വണ്ടി കേരളത്തിൽ നിന്ന് ടാക്സ് കുറച്ച് കിട്ടാൻ വേണ്ടി കർണാടകത്തിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്തതാണ്. ആ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്കിത് വണ്ടി കണ്ടില്ല എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ പോലും നമുക്ക് എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ട്രേസ് ചെയ്യാൻ പറ്റും.
പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു രജിസ്ട്രേഷനല്ല. മലയാളിയതാണ് വണ്ടി, കോഴിക്കോടുള്ള ആളുടെയാണ്. പക്ഷേ അവിടെ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് അവിടെ ലോറിക്ക് ടാക്സ് കുറവാണെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇത് വലിയ വണ്ടിയാണ്, ചെറിയ വണ്ടിയല്ല. 12 വീലുള്ള ഭാരത് ബെൻസിൻ്റെ ഒരു വണ്ടിയാണ്. ഇതിന് നിറച്ച് തടി കയറ്റിയിരിക്കുന്നതാണ് ഉടമ എന്നോട് പറഞ്ഞത്. തടി ലോഡുണ്ട്. അപ്പോൾ തടി ലോഡുള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് വെള്ളത്തിൽ ഒഴുകി പോകാനുള്ള സാധ്യതയില്ല.